ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അശോകമരത്തെ പറ്റിയാണ്. ഇന്ത്യ, ശ്രീലങ്ക, ബർമ എന്നിവിടങ്ങളിൽ സമുദ്രനിരപ്പിൽ നിന്ന് 850 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു നിത്യഹരിത പൂമരമാണ് അശോകം. ആധുനിക സസ്യ വർഗീകരണ പ്രകാരം സിസാൽപീനിയേസി സസ്യകുടുംബത്തിൽപ്പെട്ടതും സറാക്ക അശോക ഡീവിയൽഡ് എന്ന ശാസ്ത്രനാമത്തിലും അശോകം അറിയപ്പെടുന്നു. ദുഃഖത്തെ അകറ്റുന്നതിനാൽ ശോകനാശം, അശോകം, അപശോകം, വിശോകം എന്നീ പര്യായങ്ങൾ ഇവയ്ക്കുണ്ട്. അമിത ചൂഷണം മൂലം വംശനാശ സാധ്യതയുള്ള വൃക്ഷം. 6 മുതൽ 9 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ വൃക്ഷത്തിൻ്റെ ഇലകൾക്ക് 15-25 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും. തളിരിലകൾക്ക് ചുവപ്പ് നിറമാണ്. വസന്തകാലത്ത് കൂടുതൽ പുഷ്പിക്കുന്നു. സുഗന്ധമുള്ള പൂക്കൾ 7-10 സെൻറ്റിമീറ്റർ വരെ വിസ്തീർണമുള്ള കുലകളായി കാണുന്നു. പുഷ്പങ്ങൾ വിരിയുമ്പോൾ നിറം കടും ഓറഞ്ചാണ്. ക്രമേണ കടും ചുവപ്പാകുന്നു. ഫലങ്ങൾക്ക് 15-25 സെൻറ്റിമീറ്റർ നീളമുണ്ടാകും. അതിനുള്ളിൽ ചാരനിറമുള്ള 4 മുതൽ 8 വരെ കുരുക്കൾ ഉണ്ടാകും. ഗൗതമ ബുദ്ധൻ ജനിച്ചതും ജൈനമത സ്ഥാപകനായ വർദ്ധമാന മഹാവീരൻ നിർവ്വാണം പ്രാപിച്ചതും രാമായണത്തിൽ ഹനുമാൻ സീതയെ കണ്ടതും അശോക മരച്ചോട്ടിലാണെന്ന് വിശ്വസിച്ചു വരുന്നു. അശോകത്തിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രാചീന രേഖ BC 10-ാം നൂറ്റാണ്ടിൽ രചിച്ചതെന്ന് വിശ്വസിക്കുന്ന ചരക സംഹിതയിലാണ്. ആയുർവേദ ഔഷധ വർഗീകരണ പ്രകാരം ശിംബി കുലത്തിൽ ഉൾപ്പെട്ട ഔഷധ സസ്യമാണ് അശോകം. അങ്കനപ്രിയ, ശുഭക, കാന്താഗ്രി, ദോഹദ, മധുപുഷ്പ തുടങ്ങിയ പര്യായങ്ങളെല്ലാം തന്നെ അശോക വൃക്ഷത്തിന് സ്ത്രീകളും സ്ത്രീരോഗങ്ങളുമായുള്ള ബന്ധം വെളിവാകുന്നു. സ്ത്രീകളുടെ പാദസ്പർശം മൂലം അശോകം പുഷ്പിക്കുമെന്ന് വൃക്ഷായുർവേദത്തിൽ പറയുന്നു. പുരാണത്തിലും മത്സ്യപുരാണത്തിലും ബ്രഹ്മവൈവർത്ത പുരാണത്തിലും അശോകമരം സന്തോഷദായകമെന്ന് പരാമർശിക്കുന്നു. പ്രേമദേവനായ മദരൻ്റെ വില്ലിലെ 5 പുഷ്പങ്ങളിലാണ് അശോകപുഷ്പമാണ്. ശക്തി ആരാധനയിൽ ദുർഗപൂജ നടത്തുന്നവർ 9 തരം ഇലകൾ ഉപയോഗിക്കുന്നതിൽ ഒന്ന് അശോകമാണ്. പൂക്കൾ തടിയോട് ചേർന്നുണ്ടാവുന്നു. അശോകത്തിൻ്റെ നടിയിൽ വസ്തു അതിൻ്റെ വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്ന തൈകളാണ്. ഫെബ്രുവരി-ഏപ്രിൽ മാസങ്ങളിലാണ് വിത്തുകൾ ശേഖരിക്കുന്നത്. ശേഖരിക്കുന്ന വിത്തുകൾ പെട്ടെന്ന് തന്നെ തപാനകളിൽ പാകുക. ഏകദേശം 20 ദിവസം കൊണ്ട് വിത്തുകൾ മുളച്ചു തുടങ്ങും. തൈകൾക്ക് 2-3 ഇല പ്രായമാകുമ്പോൾ ഇളക്കി പോളി ബാഗുകളിൽ നടാവുന്നതാണ്. വർഷാരംഭത്തോടെ തൈകൾ സ്ഥിരമായി നടുന്നതിനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് 45 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള കുഴികളിൽ മേൽമണ്ണും ജൈവവളങ്ങളും ചേർത്ത് നിറച്ച് നടാം. ശരിയായ പരിചരണം നൽകിയാൽ തൈകൾ നട്ട് 20 വർഷം കഴിയുന്നതോടെ തൊലി വെട്ടിയെടുക്കാം. ഇതിനായി മരം ചുവട്ടിൽ നിന്ന് 1.5 അടി ഉയരം നിർത്തി ബാക്കി മുറിച്ച് മാറ്റി അതിൻ്റെ തൊലിയെടുക്കാം. മുറിച്ച കുറ്റിയിൽ നിന്ന് വീണ്ടും കിളിർപ്പുണ്ടായി 5 വർഷം കൊണ്ട് രണ്ടാമത്തെ വിളവെടുക്കാം. കൂടാതെ ഓരോ ഭാഗത്തു നിന്നും തൊലി ചെത്തി എടുക്കുന്ന രീതിയും നിലവിലുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.